സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സ്പാർക്ക് ഡാറ്റ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയച്ചതിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. നടപടി പ്രഥമദൃഷ്ട്യാ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്ന വെള്ളിയാഴ്ച വരെ തുടർ സന്ദേശങ്ങൾ അയക്കരുതെന്നും നിർദ്ദേശിച്ചു. സ്പാർക്ക് ഡാറ്റയുടെ ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ നടപടി. കേസിൽ മുഖ്യമന്ത്രി ഒഴികെയുള്ളവർക്ക് നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചു. ശമ്പള പരിഷ്കരണം, DA വർധനവടക്കം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി സ്പാർക്ക് സംവിധാനത്തിലെ നമ്പറുകളിലേക്കും ഇമെയിലുകളിലേക്കും സന്ദേശം അയച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. അനുമതിയില്ലാതെ വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിച്ചത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണെന്നും ഒപ്പം 2023 ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ നിയമത്തിന്റെ ലംഘനമാണെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എവിടെ നിന്നാണ് സന്ദേശങ്ങൾ അയക്കുവാനുള്ള നമ്പറുകളും മറ്റും ലഭിച്ചതെന്ന് കോടതി ആരാഞ്ഞു. ഇത്തരം വിവരങ്ങൾ മറ്റൊരാവശ്യത്തിനും ഉപയോഗിക്കില്ലെന്ന് അഡ്വക്കേറ്റ് ജനറൽ മറ്റൊരു കേസിനിടെ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു എന്ന കാര്യവും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കു മാത്രമാണ് സന്ദേശങ്ങൾ അയച്ചതെന്ന് സർക്കാർ ന്യായീകരിക്കുവാൻ ശ്രമിച്ചെങ്കിലും കോടതി ഇതിനെ വിമർശിച്ചു. അങ്ങനെയില്ലെന്നും സർക്കാരിൽ നിന്ന് ഒരു ഗുണഫലവും പറ്റാത്തവർക്കും സന്ദേശം അയച്ചിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആർക്കും ലഭ്യമാകുന്ന വിവരമാണെങ്കിൽ സ്പാർക്കിലുള്ള ഡാറ്റയ്ക്ക് എന്ത് സംരക്ഷണമാണുള്ളതെന്നും കോടതി ചോദിച്ചു. വ്യക്തിഗത വിവരങ്ങൾക്ക് എന്തു സുരക്ഷയാണുള്ളത്? ഏത് സന്ദേശം അയച്ചു എന്നതിനേക്കാൾ വിവരങ്ങൾ ചോർന്നു എന്നതാണ് കൂടുതൽ ഗൗരവകരം. പ്രഥമദൃഷ്ട്യാ ഇത് സ്വകാര്യതയുടെ ലംഘനമാണ്. ഗൗരവമായ ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. എങ്ങനെയാണ് വ്യക്തികളുടെ വിവരങ്ങൾ ലഭിച്ചതെന്ന് കോടതി ചോദിച്ചു. ഇനി കേസ് പരിഗണിക്കുന്നതുവരെ സമാന വിധത്തിലുള്ള സന്ദേശങ്ങൾ അയക്കില്ല എന്ന് എഴുതിത്തരുവാനും കോടതി നിർദ്ദേശിച്ചു.